വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബീജസങ്കലനം നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ 5-ാമത്തെ ദിവസം മുതൽ നിങ്ങൾക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള 8 ലക്ഷണത്തിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. അപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ഈ ചാനലിൽ ഫോളോ ചെയ്തിട്ട് ഒരുപാട് പേര് ഇതിനോടകം കൺസീവ് ആയിട്ടുണ്ട്. അവരുടെയൊക്കെ സക്സസ് സ്റ്റോറീസ് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ സക്സസ് സ്റ്റോറി ദിജൂസ് വേൾഡ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോസ് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഓരോരുത്തർ കമന്റിലും മെൻഷൻ ചെയ്യാറുണ്ട്. ഞാനൊരു ഡോക്ടറോ ഹെൽത്ത് കെയർ പ്രൊഫഷണലോ അല്ലാത്തത് കൊണ്ട് അത്രയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ളതും അത്രയും റിലവന്റ് ആയിട്ടുള്ളതുമായിട്ടുള്ള മെഡിസിൻസോ ടിപ്സോ അങ്ങനെയൊന്നും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റില്ല. നേരെ മറിച്ച് നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് കൊണ്ടുവരാനായിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത് നിങ്ങൾ ഫോളോ ചെയ്യുവാണെങ്കിൽ പ്രഗ്നൻസി നാച്ചുറലി കിട്ടാനായിട്ടും അത് സഹായിക്കും കേട്ടോ. ഒപ്പം തന്നെ നമ്മുടെ ചാനലിൽ ഒരു ടെലിഗ്രാം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട്, പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ഒരു ടിപ്സ് അല്ലെങ്കിൽ ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്ക് അഡ്വൈസ്, എക്സസൈസ് ചെയ്യേണ്ടത് ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ടുള്ള അഡ്വൈസ്, ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെലിഗ്രാം അക്കൗണ്ടിന്റെ ഫെസിലിറ്റി ഉപയോഗിക്കാവുന്നതാണ്. 89 രൂപ മുതലാണ് ടെലിഗ്രാം അക്കൗണ്ടിന്റെ മെമ്പർഷിപ്പ് ഉള്ളത്. അതിൽ ഏത് എമൗണ്ട് വേണമെങ്കിലും ഏറ്റവും കുറഞ്ഞതും ഏറ്റവും കൂടിയതും നിങ്ങളുടെ ഇഷ്ടമനുസരിച്ചിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ചാനൽ വിസിറ്റ് ചെയ്തതിന് ശേഷം ജോയിൻ എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞിട്ട് ഒന്നും കൂടി ചാനൽ വിസിറ്റ് ചെയ്തിട്ട് പോസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. പോസ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഓവുലേഷൻ കഴിഞ്ഞ് ബീജസങ്കലനം നടക്കുന്നത് ഏകദേശം 30 മിനിറ്റിന് അകത്താണ്. നിങ്ങളുടെ ശരീരത്തിൽ ഓൾറെഡി സ്പേം സെൽസ് ഉണ്ടെങ്കിൽ ആ ഒരു പ്രോസസ്സ് 30 മിനിറ്റിനകത്ത് തന്നെ ഉണ്ടാകും. എന്നാൽ നിങ്ങൾ ആ ഒരു കൃത്യം ഓവുലേഷൻ ഡേറ്റിൽ തന്നെയാണ് ട്രൈ ചെയ്യുന്നതെങ്കിൽ ഇത് എത്തുന്ന അത്രയും സമയവും എഗ്ഗ് പൊട്ടി പുറത്തേക്ക് വരുന്ന അത്രയും സമയവും കഴിഞ്ഞിട്ടായിരിക്കും ബീജസങ്കലനം നടക്കുന്നത്. ഇത് നടന്നു കഴിയുമ്പോൾ എന്തായാലും ബോഡിയിൽ ചേഞ്ചസ് ഉണ്ടാവാനായിട്ട് തുടങ്ങും. അതായത് പ്രൊജസ്ട്രോണിന്റെ ലെവല് നന്നായിട്ട് കൂടി വരും, നമ്മുടെ സെർവിക്സ് ക്ലോസ്ഡ് ആകും, അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും. ഒപ്പം തന്നെ ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള ഒരു 5th ഡേ മുതൽ തന്നെ ഇംപ്ലാന്റേഷന്റെ പ്രോസസ്സ് അവിടെ സ്റ്റാർട്ട് ആകാനായിട്ട് തുടങ്ങുന്നത് കൊണ്ട് നിങ്ങൾക്ക് നേരത്തെ തന്നെ ലക്ഷണങ്ങൾ കാണാനായിട്ട് തുടങ്ങും കേട്ടോ. ഇതിൽ ഏറ്റവും ആദ്യത്തെ പ്രഗ്നൻസി ലക്ഷണമാണ് നമുക്ക് ബ്രസ്റ്റിൽ നന്നായിട്ട് സെൻസിറ്റിവിറ്റി ഉണ്ടാവുന്നത്. അതായത് നമുക്ക് ടച്ച് ചെയ്യുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് വേദന വരിക, ഡ്രസ്സ് ഊരി മാറ്റുമ്പോൾ വേദന ഉണ്ടാവുക, കമിഴ്ന്ന് കിടക്കുന്ന സമയത്തും അസ്വസ്ഥത ഉണ്ടാവുക, കല്ലപ്പ് പോലുള്ള കണ്ടീഷൻസ് ഉണ്ടാവുക, ഇതൊക്കെ ബ്രസ്റ്റിലെ പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റിൽ തന്നെ പലർക്കും തന്നെ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് കേട്ടോ. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രസ്റ്റ് പ്രിപ്പയർ ആകുന്നത് കൊണ്ടാണ്. കുഞ്ഞിനെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈം പീരീഡ് നമ്മൾ കൺസിഡറേഷൻ അനുസരിച്ചിട്ട് തുടങ്ങുന്നത് ഡെലിവറി കഴിഞ്ഞിട്ടുള്ള സമയം മുതലാണെങ്കിൽ കൂടി തന്നെയും നമ്മുടെ ശരീരത്തിനകത്ത് ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത് ഇംപ്ലാന്റേഷന്റെ ഡേ 1 മുതൽക്ക് തന്നെയാണ്. അതുകൊണ്ട് ആ ചേഞ്ചസ് നിങ്ങൾക്ക് അവിടെ ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങളുടെ ബ്രസ്റ്റ് നന്നായിട്ട് നറിഷ് ആകുന്നത് കൊണ്ടും അവിടെയുള്ള ഗ്ലാൻസ് ഒക്കെ നന്നായിട്ട് പ്രവർത്തിക്കുന്നത് കൊണ്ടും തന്നെ ഈ ഒരു സെൻസിറ്റിവിറ്റി നിങ്ങൾക്ക് നന്നായിട്ട് അനുഭവപ്പെടാം. എന്നാൽ മറ്റു ചില ആളുകൾക്ക് ഈ ഒരു സെൻസിറ്റിവിറ്റി വന്നിട്ടും പീരിയഡ്സ് ആകുന്നുണ്ട്. അങ്ങനെ ഉണ്ടാവുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വരുന്നത് പ്രിമെൻസ്ട്രൽ സിംറ്റം ആണ്. പ്രിമെൻസ്ട്രൽ സിംറ്റംസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പീരിയഡ്സ് ആകുന്നതിന് കുറച്ച് ദിവസം മുൻപ് നിങ്ങൾക്ക് ഉണ്ടാവുന്ന ലക്ഷണങ്ങൾ. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു സ്ത്രീക്ക് ഉണ്ടാകുന്നതായിരിക്കും. അതിനുശേഷം ഈ ഒരു സിംറ്റംസ് ഒക്കെ ഒന്ന് സ്റ്റോപ്പ് ആയിട്ട് ഒരു 2-3 ഡേയ്സിനകത്ത് ബ്ലീഡിങ് വരികയോ അല്ലെങ്കിൽ ബ്ലീഡിങ് ഉണ്ടായിട്ട് ഒരു 2 ദിവസത്തിന് ശേഷം ഈ ലക്ഷണങ്ങൾ സ്റ്റോപ്പ് ആവുകയോ ആണ് ചെയ്യാറ്. നിങ്ങൾക്ക് ഈ പ്രിമെൻസ്ട്രൽ സിംറ്റംസ് ഒന്നും ഉണ്ടാകാത്ത ഒരാളാണെങ്കിൽ, കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു ലക്ഷണം ഉണ്ടാകുന്നുണ്ട്, പീരിയഡ്സ് ഡേറ്റ് മിസ്സായി പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അമ്മയായതാകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അടുത്തതായിട്ടുള്ള ഒരു കണ്ടീഷനാണ് നമുക്ക് എപ്പോഴും ഉറങ്ങിക്കൊണ്ടിരിക്കാനായിട്ട് തോന്നുക, എപ്പോഴും ടയർഡ്നെസ് നമുക്ക് ഫീൽ ചെയ്യുക. രാത്രി മുഴുവൻ നമ്മൾ ഉറക്കം തീർന്ന് എഴുന്നേറ്റാൽ കൂടി തന്നെ പിറ്റേ ദിവസം ആ ഒരു കംപ്ലീറ്റ് ആകാത്തതുപോലെ നമുക്ക് തോന്നുക. 8 മണിക്കൂർ ഉറങ്ങിക്കഴിഞ്ഞാലും അത് പോരാ എന്നുള്ളൊരു സെൻസേഷൻ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുക. പകൽ സമയത്താണെങ്കിലും എവിടെയെങ്കിലും പുതച്ചുമുടി കിടന്ന് ഉറങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നവരായിരിക്കും പലരും തന്നെ. വെറുതെ ഒന്ന് കണ്ണടച്ചൊന്ന് ബെഡിൽ കിടന്നാൽ മതി, ആ നിമിഷം നമ്മൾ ഉറങ്ങിപ്പോകും. ഒരുപാട് പേര് ഇപ്പോൾ പ്രഗ്നൻസി ആയിരുന്ന സമയത്തൊക്കെ ഈ ഒരു കണ്ടീഷൻ ചോദിക്കാറുണ്ട് കേട്ടോ. എന്തുകൊണ്ടാണ് ചേച്ചി ഇങ്ങനെ ഉണ്ടാവുന്നതെന്നൊക്കെ ഒരുപാട് പേര് ഇങ്ങനെ ചോദിക്കാറുണ്ട് കേട്ടോ. പ്രൊജസ്ട്രോണിന്റെ ഹൈക്ക് ബോഡിയിൽ ഉണ്ടാവുന്നത് കൊണ്ടാണ് ഈ ഒരു മാറ്റം സംഭവിക്കുന്നത്. അതുപോലെ തന്നെ ബോഡിയിൽ ഒരുപാട് കാര്യങ്ങളും മാറ്റങ്ങളും ഒക്കെ സംഭവിക്കുന്നത് കൊണ്ട്, ഹോർമോൺസിന്റെ സർജ് ഉണ്ടാവുന്നത് കൊണ്ടും എംബ്രിയോനെ നറിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ബോഡി നന്നായിട്ട് പ്രിപ്പയർ ആകുന്നത് കൊണ്ടും നിങ്ങൾക്ക് ഇതുപോലുള്ള ടയർഡ്നെസ് ഫീൽ ചെയ്യാം. പ്രഗ്നൻസിയുടെ ഫസ്റ്റ് ട്രൈമസ്റ്ററിലായിരിക്കും ഏറ്റവും കൂടുതൽ ഈ ഒരു ടയർഡ്നെസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. ദെൻ പിന്നീട് അങ്ങോട്ടേക്ക് പോകുന്നതിനനുസരിച്ചിട്ട് ഈ ഒരു കണ്ടീഷൻ അങ്ങോട്ട് മാറിപ്പോയിക്കോളും. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ടയർഡ്നെസ് കൂടുതലായിട്ടുണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റോ ലഞ്ചോ ഒന്ന് സ്കിപ്പ് ചെയ്തിട്ട് നിങ്ങൾ കിടക്കരുത്. ഫുഡ് കഴിക്കേണ്ട സമയത്ത് കഴിച്ചിട്ടില്ലെങ്കിൽ ഗ്യാസ് ട്രബിൾ നന്നായിട്ടുണ്ടാവുകയും വോമിറ്റിംഗ് ടെൻഡൻസിയോ കണ്ടിന്യൂസ് ആയിട്ട് വരികയും ചെയ്യുന്നുണ്ട് കേട്ടോ. ആ ഒരു കാര്യം കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം.
മൂന്നാമതായിട്ടുണ്ടാവുന്ന ഒരു കണ്ടീഷനാണ് ഇറിറ്റബിലിറ്റി എന്ന് പറയുന്നത്. അതായത് നമുക്ക് എന്ത് കാര്യങ്ങളും നമ്മൾ പെട്ടെന്ന് സ്റ്റിമുലേറ്റഡ് ആകുന്ന അവസ്ഥ, പെട്ടെന്ന് ദേഷ്യം വരിക, പെട്ടെന്ന് സങ്കടം വരിക, നമുക്ക് ഇമോഷണലി നമ്മൾ ഒരുപാട് വീക്കായി പോകുന്ന സിറ്റുവേഷൻസ്, അല്ലെങ്കിൽ മൈൻഡിൽ തന്നെ നമ്മൾ ഒരുപാട് വീക്കായി പോകുന്ന സിറ്റുവേഷൻസ്, ബ്രെയിൻ ഫോഗ് പോലുള്ള കണ്ടീഷനൊക്കെ നമുക്ക് ഉണ്ടാകും. ഫ്രിഡ്ജ് തുറന്നിട്ടുണ്ടാകും, പക്ഷെ എന്തിനാണ് തുറന്നതെന്ന് മറന്നു പോകും. ഗ്യാസ് ഓൺ ചെയ്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ടാകും, പക്ഷെ എന്താണെന്ന് മറന്നു പോകും. അത്രയും ഡീപ്പായിട്ട് പോയിട്ടില്ലെങ്കിൽ കൂടി തന്നെയും പല കാര്യങ്ങളും ഞാനിപ്പോൾ എന്തിനും ഇങ്ങോട്ട് വന്നേ എന്ന് ആലോചിക്കുന്ന ഒരു സിറ്റുവേഷൻ പലർക്കും പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്ന സമയത്ത് ഉണ്ടാകാറുണ്ട് കേട്ടോ. രക്തയോട്ടം വർദ്ധിപ്പിക്കുന്നതും ഹോർമോൺസിന്റെ ഹൈക്കുമാണ് ഈ ഒരു കണ്ടീഷൻ ഉണ്ടാവാനായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു റീസൺ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മൂഡ് സ്വിങ്സ് ഉണ്ടാവുകയാണ്, പെട്ടെന്ന് ദേഷ്യവും സങ്കടവും ഒക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ട്രൈ ടു കമ്മ്യൂണിക്കേറ്റ് ഇറ്റ് വിത്ത് യുവർ പാർട്ണർ. അല്ലെങ്കിൽ നമുക്ക് ഫാമിലി ലൈഫിൽ ഇഷ്യൂസ് ഉണ്ടാകാം, നിങ്ങൾ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുമ്പോഴേക്കും അത് മനസ്സിലാകാത്തൊരു ഹസ്ബൻഡ് ചിലപ്പോൾ അതേ രീതിക്ക് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നും കൂടി വീക്കായി പോകാനായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പോൾ ആ കാര്യം കൂടി നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം കേട്ടോ. നാലാമത്തെ ഒരു പ്രഗ്നൻസി ലക്ഷണമാണ് ഹെഡ് ഏക്ക് എന്ന് പറയുന്നത്. പ്രഗ്നൻസിയുടെ വളരെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ തന്നെ നമുക്ക് ഉണ്ടാവുന്ന ഒരു പ്രഗ്നൻസി ലക്ഷണമാണ് ഈ ഹെഡ് ഏക്ക് എന്ന് പറയുന്നത് കേട്ടോ. ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് കൂടുന്നതാണ് ഹെഡ് ഏക്ക് ഉണ്ടാവാനായിട്ടുള്ള കാരണവും. അതുപോലെ നിങ്ങൾ വെള്ളം ധാരാളം കുടിക്കുന്നില്ല, നമ്മുടെ ബോഡിക്ക് വേണ്ട ആവശ്യത്തിന് വെള്ളം എത്തുന്നില്ലെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു കണ്ടീഷൻ ഉണ്ടാകാം. മൊബൈലും മറ്റുള്ള ഇലക്ട്രോണിക് ഡിവൈസസും കൂടുതൽ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബോഡി ഒന്ന് വീക്ക് ആവുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു കണ്ടീഷൻ ഉണ്ടാകാറുണ്ട് കേട്ടോ. നമ്മൾ ഈ ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നതിന്റെ ഭാഗമായിട്ടുണ്ടാകുന്നത് കുറച്ചൊന്ന് കഴിയുമ്പോൾ തന്നെ നമ്മളൊന്ന് റിലാക്സ്ഡ് ആവും, ബ്ലഡ് സർക്കുലേഷൻ ബോഡി അഡാപ്റ്റ് ആവും. അപ്പോൾ ഒരു കണ്ടീഷൻ നിങ്ങൾക്ക് മാറിപ്പോയിക്കോളും. വെള്ളം കുടിക്കാത്തതിന്റെ അത് നിങ്ങൾ കൃത്യമായിട്ട് കുടിക്കണം. നമ്മൾ നോർമലി പ്രഗ്നന്റ് ആവുന്നതിന് മുൻപ് എത്രത്തോളം വെള്ളമാണോ കുടിച്ചത് അതിനേക്കാളും ഇരട്ടി വേണം നമ്മൾ ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള സമയം മുതൽ കുടിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇംപ്ലാന്റേഷൻ നടക്കാനായിട്ട് ബോഡി പ്രിപ്പയർ ആകുന്നുണ്ട്. ഇംപ്ലാന്റേഷൻ നടന്നോ ഇല്ലയോ എന്ന് ആദ്യത്തെ കുറച്ച് ദിവസങ്ങളൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ഒരു ദിവസം ഒരു 8 ഗ്ലാസ് വെള്ളം കുടിക്കുന്നുണ്ടെങ്കിൽ അത് 12 15 ഒക്കെ ആയിട്ട് കൂട്ടാനായിട്ട് നോക്കുക. അതല്ലെങ്കിൽ ഒരു 2 to 3 ലിറ്റേഴ്സ് വെള്ളമെങ്കിലും ഒരു മെഷർമെന്റ് ബോട്ടിൽ എടുത്ത് വെച്ചിട്ട് നിങ്ങൾ സൺസെറ്റിന് മുൻപ് കുടിച്ച് തീർക്കാനായിട്ട് നോക്കണം. അതല്ലെങ്കിൽ ടയർഡ്നെസ് ഒക്കെ നന്നായിട്ട് ഫീൽ ചെയ്യാം, വോമിറ്റിംഗ് ടെൻഡൻസീസ് ഉണ്ടാകാം, നിങ്ങൾ ബോഡി ഫുൾ ആയിട്ട് വീക്കായി പോകുന്നത് പോലെ ഉണ്ടാകും കേട്ടോ. ഇതൊക്കെ വെരി സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ തന്നെ ഉണ്ടാകുന്ന ലക്ഷണങ്ങളാണ്. അഞ്ചാമത്തെ ഒരു കണ്ടീഷനാണ് ഉറക്കക്കുറവെന്ന് പറയുന്നത്. ഉറങ്ങാൻ വേണ്ടിയിട്ട് കിടന്നാലും ഒട്ടും തന്നെ ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥ. ആദ്യത്തെ കണ്ടീഷനിൽ നന്നായിട്ട് ഉറങ്ങാൻ പറ്റുമെങ്കിൽ രണ്ടാമത്തെ കണ്ടീഷനിൽ ഒട്ടും ഉറങ്ങാൻ പറ്റാതെ കിടക്കുക. 10 മണിക്ക് ഉറങ്ങാൻ കിടന്നാൽ 2 മണിയായിട്ട് ഉറങ്ങാതെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇങ്ങനെ റിലേറ്റഡ് ആയിട്ട് ആലോചിച്ച് പലരും ഇരിക്കുന്നവരുണ്ട്. അവർക്കൊക്കെ എന്ന് പറയുന്നത് ഉറക്കം കിട്ടാത്ത കണ്ടീഷനാണ്. അല്ലെങ്കിൽ നമ്മൾ ആൻസൈറ്റി കൊണ്ട് സ്ട്രെസ് കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ച് ഇങ്ങനെ കണക്ട് ആയി പോയിട്ടും ഉറക്കം കിട്ടാത്ത സിറ്റുവേഷൻസ് നമുക്ക് ഉണ്ടാകാം കേട്ടോ. മാക്സിമം ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിൽ നിങ്ങൾ നന്നായിട്ട് ഉറങ്ങാനായിട്ട് ശ്രദ്ധിക്കണം. ഉറക്കക്കുറവ് ഉണ്ടായി കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസങ്ങളിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ് നിങ്ങൾക്കുണ്ടാകാം. ടയർഡ്നെസ്, അമിതമായിട്ടുള്ള ദാഹം ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നന്നായിട്ട് കിടന്ന് ഉറങ്ങാനായിട്ട് നോക്കുക. ഉറങ്ങുന്നതിന് 1 മണിക്കൂറും അല്ലെങ്കിൽ ഒരു അരമണിക്കൂറും മുമ്പെങ്കിലും ഇലക്ട്രോണിക് ഡിവൈസസ് ഒക്കെ നിങ്ങൾ മാറ്റി വെക്കാനായിട്ട് നോക്കുക. റൂമിൽ അത്യാവശ്യം നല്ല കംഫർട്ടായിട്ട് ഇരുന്നിട്ട് റിലാക്സ് ആയിട്ട് ഒരുപാട് ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സസ് ഒന്നും ധരിക്കാതെ കൂളായിട്ടുള്ളത്, നമുക്ക് ചൂടൊന്നും അധികം എടുക്കാത്ത തരത്തിലുള്ള ലൂസ് ആയിട്ടുള്ള ഡ്രസ്സസ് ധരിക്കാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഹസ്ബൻഡിനോടൊപ്പം ബെഡിൽ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് നോക്കുക. ഫിസിക്കൽ കോൺടാക്ട് അല്ല ഉദ്ദേശിച്ചത്, മറിച്ച് മാക്സിമം നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ, നല്ല നല്ല കോൺവെർസേഷൻസ് നിങ്ങൾ തമ്മിൽ ഉണ്ടാവാനായിട്ടുള്ള കാര്യം കൂടി ശ്രദ്ധിക്കണം കേട്ടോ. അടുത്തതാണ് വോമിറ്റിംഗ് ടെൻഡൻസി വരിക. പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്ന സമയത്ത് ചില ആളുകൾക്കൊക്കെ ടെൻഡൻസി ആയിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്യാറ്. പിന്നീട് അങ്ങോട്ടേക്ക് പോകുമ്പോഴായിരിക്കും നമുക്കിത് വോമിറ്റിംഗ് ആയിട്ട് അനുഭവപ്പെടുന്നത്. പെട്ടെന്നൊരു ടെൻഡൻസി വരിക, ശരീരം നന്നായിട്ട് വിയർക്കുന്നത് പോലെ തോന്നുക, ടയർഡ് ആവുന്നത് പോലെ, തല കറങ്ങുന്നത് പോലെയൊക്കെ പലർക്കും അനുഭവപ്പെടാറുണ്ട് കേട്ടോ. HCG ഹോർമോണിന്റെ ഹൈക്ക് ബോഡിയിൽ ഉണ്ടാവുമ്പോഴാണ് വോമിറ്റിംഗ് നമുക്ക് ഉണ്ടാവുന്നത്. ചില ആളുകൾക്ക് പ്രൊജസ്ട്രോണിന്റെ ഹൈക്ക് മൂലവും ഉണ്ടാകും. നിങ്ങൾ ഇപ്പോൾ പ്രൊജസ്ട്രോണിന്റെ മെഡിസിൻ എടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് വോമിറ്റിംഗ് ടെൻഡൻസീസ് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. അതിന്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് വരുന്നത് കൊണ്ട് പലർക്കും ഇത് സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ തന്നെ തിരിച്ചറിയാനായിട്ട് പറ്റില്ല. പക്ഷേ മെഡിസിൻ സ്റ്റോപ്പ് ചെയ്തിട്ടും കണ്ടിന്യൂസ് ആയിട്ട് ഈ ലക്ഷണങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പ്രഗ്നൻസി പോസിറ്റീവ് ആയതിന്റെ ആകാനായിട്ടും ചാൻസ് ഉണ്ട്. വോമിറ്റിംഗ് ഉണ്ടാവുന്ന സമയത്തും വോമിറ്റ് ചെയ്യുമല്ലോ എന്ന് പേടിച്ചിട്ട് ഫുഡ് ഒന്നും കഴിക്കാതിരിക്കരുത്. ഹെൽത്തി ഫുഡുകൾ എടുത്ത് കഴിക്കാനായിട്ട് നോക്കുക. വോമിറ്റിംഗ് ഉണ്ടാവുന്ന സമയത്ത് എന്തെങ്കിലും ഫുഡ് കഴിച്ചിട്ട് നമ്മൾ വയറ് നിറച്ച് കഴിഞ്ഞാൽ അത് കുഞ്ഞിന്റെ ഫോർമേഷനെയും ഗ്രോത്തിനെയും ഒക്കെ ഒരുപാട് അഫക്ട് ചെയ്യും. അതുകൊണ്ട് കഴിക്കുന്ന ഫുഡുകൾ എപ്പോഴും ഹെൽത്തി ഉള്ളതാവാനായിട്ട് ശ്രദ്ധിക്കുക. ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, നട്ട്സ്, സീഡ്സ്, പാല്, മുട്ട, അതുപോലെയുള്ള ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കഴിക്കുക. മീറ്റും ചിക്കനൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ നന്നായിട്ട് കുക്ക്ഡ് ആയിട്ടുള്ളത് മാത്രം എടുക്കുക. സീ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഓവുലേഷൻ കഴിഞ്ഞിട്ട് ശ്രദ്ധിക്കണം. കൂടുതൽ സീ ഫുഡ് എടുക്കുന്നത് ശരീരത്തിന് നല്ലതല്ല. അതുപോലെ കുക്ക് ചെയ്തിട്ട് ഫുൾ ആയിട്ട് കുക്ക് ചെയ്തിട്ട് മാത്രം സീ ഫുഡ് എടുക്കാനായിട്ട് നോക്കുക. എന്തെങ്കിലും അലർജീസ് ഉള്ളവർ സീ ഫുഡ് പ്രഗ്നൻസി ടൈമിൽ കുറച്ചൊന്ന് ലിമിറ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ കേട്ടോ. അടുത്തൊരു ലക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ ടേസ്റ്റിൽ വരുന്ന ഡിഫറൻസ് ആണ്. അതായത് നോണിനെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന ആള് വെജിലോട്ട് മാറുന്ന കണ്ടീഷൻ. പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ തന്നെ എനിക്കുണ്ടായിരുന്ന ഒരു ലക്ഷണമാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം ലൈവിൽ ഇങ്ങനെ എന്റെ പ്രഗ്നൻസി ലക്ഷണങ്ങളെ പറ്റിയിട്ട് പറഞ്ഞപ്പോഴേക്കും ഒരു കുട്ടി കളിയാക്കുന്ന പോലെയാണോ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചിക്ക് എല്ലാ പ്രഗ്നൻസി ലക്ഷണവും ഉണ്ടായിട്ടുണ്ടല്ലോ എന്ന്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ആദ്യത്തെ പ്രഗ്നൻസിയിൽ ഒട്ടുമിക്ക
പ്രഗ്നൻസി ലക്ഷണങ്ങളും എനിക്ക് ഉണ്ടായിരുന്നു. എനിക്ക് ഓർക്കാൻ പോലും ഒട്ടും ഇഷ്ടമില്ലാതിരുന്ന, ഞാൻ എന്നെ തന്നെ വെറുത്തു പോയ ടൈമായിരുന്നു എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസി എന്ന് പറയുന്നത്. ഇല്ലാത്ത ലക്ഷണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതപ്പോൾ മൂടി തലയും കുമ്പിട്ട് കിടന്നുറങ്ങുക, ദേഷ്യം വരിക, സങ്കടം വരിക, ഭയങ്കര ചൂടുണ്ടാവുക, അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ സെക്കൻഡ് പ്രഗ്നൻസി എന്ന് പറയുന്നത് സൂപ്പർ കൂളായിരുന്നു. ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ വോമിറ്റിംഗ് ഒക്കെ ഒരു പരിധി കഴിഞ്ഞ് എനിക്കില്ല. ഞാൻ പ്രഗ്നന്റ് ആണെന്ന് എനിക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റാത്ത രീതിക്കായിരുന്നു എൻ്റെ സെക്കൻഡ് പ്രഗ്നൻസി പോയിക്കൊണ്ടിരുന്നത് ചേട്ടോ. അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നു. ചേഞ്ച് ഇൻ ടേസ്റ്റ് എന്ന് പറയുമ്പോഴേക്കും നിങ്ങളിപ്പോൾ ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ എന്തെങ്കിലുമൊക്കെ ഫുഡുകൾ കൂടുതലായിട്ട് കഴിക്കുന്നവരാണ്, ഇഷ്ടമുള്ളവരാണെങ്കിൽ, ഇംപ്ലാന്റേഷൻ ആകുന്നതിന് മുൻപ് ഈ ഫുഡൊക്കെ ഒരുപാട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ ഇതേ ഫുഡിനോട് നിങ്ങൾക്ക് വെറുപ്പ് വരും. കാരണം നമുക്ക് ഒരുപാട് സ്മെല്ല് വരുന്ന തരത്തിലുള്ള ഫുഡ് ഐറ്റംസിനോടാണ് ഏറ്റവും കൂടുതൽ വെറുപ്പുണ്ടാവുക. ഈ പച്ചക്കറിയൊക്കെ കുക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കറിയാമല്ലോ, അതിന്റെ സ്മെല്ല് ഒരിക്കലും നമ്മുടെ മൂക്കിലോട്ട് തുളച്ച് അങ്ങോട്ട് കയറില്ല. നോർമൽ ആയിട്ടുള്ള ഒരു സ്മെല്ലായിരിക്കും ഉണ്ടാകുന്നത്. പക്ഷേ നോണൊക്കെ കുക്ക് ചെയ്യുന്ന സമയത്ത് ഒരുപാട് മസാലയൊക്കെ നമ്മൾ ഇടുമ്പോഴേക്കും അതിന്റെ സ്മെല്ല് നന്നായിട്ട് നമ്മുടെ മൂക്കിലോട്ട് കയറും. അതുപോലെ കുഴിമന്തി ആണെങ്കിലും ബിരിയാണി, ഷവർമ ഇങ്ങനെയുള്ള ഐറ്റംസിനൊക്കെ നന്നായിട്ട് മണം ഉണ്ടാകും. അങ്ങനെയുള്ള ഫുഡ് ഐറ്റംസിനോടൊക്കെ നിങ്ങൾക്ക് ഭയങ്കര മടുപ്പായിരിക്കും ഉണ്ടാകുന്നത്. അങ്ങനെ ചേഞ്ചസ് പലർക്കും ഫുഡ് ഹാബിറ്റിൽ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. പെട്ടെന്നൊരു ചേഞ്ച്, നിങ്ങൾക്കൊരു ഷിഫ്റ്റ് ഇൻ ചേഞ്ച് നിങ്ങൾക്ക് ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും പ്രഗ്നൻസി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അടുത്തതാണ് നിങ്ങളുടെ ബോഡി ടെമ്പറേച്ചർ ഒരു ഹൈക്ക് ഉണ്ടാവുക. പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്ന സമയത്ത് പലർക്കും തന്നെ ഹോട്ട് ഫ്ലാഷസ് എന്ന് പറയുന്നൊരു കണ്ടീഷൻ ഉണ്ടാവാറുണ്ട്. ഭയങ്കരമായിട്ട് വേർക്കുന്നത് പോലെ തോന്നുക, ഭയങ്കരമായിട്ട് നമുക്ക് ചൂടെടുക്കുക, ടയർഡ്നെസ് ഫീൽ ചെയ്യുക, ഇതെല്ലാം പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്ന സമയത്ത് പല സ്ത്രീകൾക്കും ഉണ്ടാകാറുണ്ട് കേട്ടോ. ധാരാളം വെള്ളം കുടിക്കുക, അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഹോം റെമഡി എന്ന് പറയുന്നത്. അതുപോലെ കോട്ടന്റെ ഡ്രസ്സുകൾ ധരിക്കാനായിട്ട് നോക്കുക, ബ്രീത്തബിൾ ഡ്രസ്സസ് ധരിക്കാനായിട്ട് നോക്കുക. ഒരുപാട് ടൈറ്റ് ആയിട്ടുള്ളതും ഇറുകിയിരിക്കുന്നതുമായിട്ടുള്ള ഡ്രസ്സ് ഫുള്ളായിട്ട് നിങ്ങൾ അവോയ്ഡ് ചെയ്യണം പ്രഗ്നൻസി ടൈമിൽ. ഇന്നേഴ്സ് ആണെങ്കിലും നമുക്ക് സൈസിൽ വ്യത്യാസം വരാനായിട്ട് ചാൻസ് ഉണ്ട്, ബ്രസ്റ്റ് ഒക്കെ വളരാനായിട്ട് ചാൻസ് ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ ഒരുപാട് ടൈറ്റ് ഉള്ള ഡ്രസ്സസ് ഒന്നും ആ ഒരു സമയത്ത് ധരിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇത്രയുമാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഉണ്ടാവുന്ന പ്രഗ്നൻസി ലക്ഷണങ്ങൾ. ഈ ലക്ഷണങ്ങൾ ഒന്നും ഇല്ലെങ്കിലും നിങ്ങളെ വിഷമിക്കേണ്ട ആവശ്യമില്ല. എക്സ്പെക്ടഡ് പീരിയഡ് ഡേറ്റിൽ ബ്ലീഡിംഗ് വരുന്നുണ്ടോ എന്ന് നോക്കുക. ഒരു ലക്ഷണവും ഇല്ലാതെയും പ്രഗ്നന്റ് ആകുന്ന ഒരുപാട് സ്ത്രീകൾ നമുക്ക് ചുറ്റും ഇന്നുണ്ട്. അതുകൊണ്ട് ലക്ഷണങ്ങൾ ഒന്നും ഇല്ലെങ്കിലും വിഷമിക്കരുത്. എക്സ്പെക്ടഡ് ഡേറ്റിൽ ബ്ലീഡിംഗ് എത്രത്തോളമാണ് വരുന്നതെന്ന് നോക്കുക. പോകുന്ന രക്തത്തിന്റെ അളവ് എത്രത്തോളമാണെന്നുള്ള കാര്യം കൂടി നിങ്ങളൊന്ന് മോണിറ്റർ ചെയ്യണം. എക്സ്പെക്ടഡ് ഡേറ്റിൽ ബ്ലീഡിംഗ് ഉണ്ടാവുന്നുണ്ട്, ലൈറ്റ് ആയിട്ട് സ്പോട്ടിംഗ് വരുന്നുണ്ട്, പിന്നീട് അങ്ങോട്ടേക്ക് ഫ്ലോ ഉണ്ടാവുന്നില്ല, എന്തെങ്കിലുമൊക്കെ സിംറ്റംസ് ഒക്കെ കാണുന്നുണ്ടെങ്കിൽ അപ്പോഴും നിങ്ങളൊരു കാർഡ് മേടിച്ചിട്ട് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിംഗ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിംഗ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷന്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോണ്ടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നന്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിംഗ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിംഗ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.